ഏവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. ഒരു പുതിയ കാർ വാങ്ങുക എന്നത് പലരുടെയും സ്വപ്നമാണ്. അതിനായി രാപ്പകൽ കഷ്ടപ്പെടുന്ന അനേകം ആളുകളെ നമുക്ക് പരിചയമുണ്ടാകും. കാർ വാങ്ങുന്നതിനേക്കാൾ പാടാണ് അവ കൊണ്ടു നടക്കുക എന്ന യാഥാർത്ഥ്യം പലർക്കും അറിയാവുന്നതാണെങ്കിലും ഈ സാധനം വീട്ടിലുണ്ടെങ്കിൽ വല്ലാത്ത സഹായിയാണെന്ന് പറയാതെ വയ്യ. പണ്ട് ആഡംബരത്തിന്റെ പ്രതീകമായിരുന്നു കാറുകളെങ്കിൽ ഇപ്പോൾ കക്ഷി ഒരു പരോപകാരിയാണ്. പുതിയ കാർ വാങ്ങുന്ന ആളുകൾ പലപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. എവിടെയെങ്കിലും തട്ടുവോ മുട്ടുവോ ചെയ്താൽ ഉണ്ടാകുന്ന വിഷമവും നഷ്ടവും ഓർത്താണ് പലരും ഇങ്ങനെ ശ്രദ്ധയോടെ കൊണ്ടു നടക്കുന്നത്. പോരാത്തതിന് അടിക്കടി കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി കൊണ്ടു നടക്കുന്നതും പുതിയ കാർ വാങ്ങുന്നവരുടെ പ്രധാന ഹോബിയാണ് കേട്ടോ. പുതിയ കാർ വാങ്ങുമ്പോൾ അതിലെ സീറ്റുകൾ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് പൊതിഞ്ഞതായിരിക്കും കമ്പനി തരിക. പലരും ഇതൊന്നും കീറിക്കളയാൻ പോലും മടി കാണിക്കാറുണ്ട്. വർഷങ്ങളോളം ഇതുമായി നടക്കുന്നവരെ നാം പലപ്പോഴും കണ്ടിട്ടുമുണ്ടാകാം. എന്നാൽ ചിലരാകട്ടെ വീട്ടിലെത്തിയാൽ ആദ്യം ചെയ്യുന്നത് ഇത് വലിച്ചു കീറി കളയുകയായിരിക്കും. പക്ഷേ കാർ സീറ്റുകൾ പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞു സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ചിലർ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. ഇത് നല്ല ശീലമാണോ അല്ലയോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനുള്ള ഉത്തരം ഒന്ന് തേടി നോക്കിയാലോ ഗൈസ്. വാഹന നിർമ്മാണ പ്ലാന്റിൽ നിന്നും ലീഡർഷിപ്പിലേക്ക് കാർ കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളിൽ നിന്ന് സീറ്റിനെ സംരക്ഷിക്കാനാണ് ഈ പ്ലാസ്റ്റിക് കവറുകളുടെ ഉദ്ദേശം. പക്ഷേ ആധുനിക കാറുകൾ ഇപ്പോൾ റീസൈക്ലിംഗ് ചെയ്ത മെറ്റീരിയൽ പോലെയുള്ള ഒരു തുണിയാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും മാരുതി സുസുക്കി ഹുണ്ടായി പോലുള്ള ചില കമ്പനിയുടെ ഭൂരിഭാഗം മോഡലുകളും ഇപ്പോഴും ഇത്തരം പ്ലാസ്റ്റിക് കവറുകളോടുകൂടിയാണ് ഡെലിവറി ചെയ്യുന്നത്. ആയതിനാൽ തന്നെ വർഷങ്ങൾക്ക് ശേഷവും ഇന്റീരിയർ വൃത്തിയുള്ളതും പുതുമയുള്ളതുമായി നിലനിൽക്കാൻ പലരും സീറ്റിലെ ഈ കവർ സൂക്ഷിക്കാറുമുണ്ട്. ഇതൊരു നല്ല ശീലമാണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് ആരോഗ്യത്തിന് അപകടകരമായ സംഗതിയാണെന്ന് തന്നെ വേണം പറയാൻ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സീറ്റുകളിൽ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ടുള്ള കാറിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അത് അങ്ങേയറ്റം അസ്വസ്ഥത ഉണ്ടാക്കുമെന്നതാണ് ആദ്യത്തെ ഉത്തരം. കൂടാതെ പ്ലാസ്റ്റിക് ഷീറ്റ് മര്യാദയ്ക്ക് ഇരിക്കാനും സാധിക്കുന്ന ഒന്നല്ല. വളവുകൾ എടുക്കുമ്പോഴോ പെട്ടെന്ന് ബ്രേക്കിംഗ് സമയത്തോ ഇത്തരം പ്ലാസ്റ്റിക് കവറുകൾ വളരെ അപകടകരമാണ്. ഇത്തരം ചില മെറ്റീരിയലുകൾ സ്റ്റിയറിംഗ് വീലിൽ ഉപയോഗിക്കുന്നവരും ഏറെയാണ്. ഇന്ന് വിപണിയിൽ എത്തുന്ന എല്ലാ കാറുകളിലും എയർ ബാഗുകൾ ഉണ്ടെന്നതിനാലും സീറ്റും ഡാഷ്ബോർഡും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലിലും ഇത്തരം പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ട് മൂടുന്നതും എയർ ബാഗുകളുടെ പ്രവർത്തനത്തെ വളരെ ബാധിക്കുന്ന കാര്യമാണ്. ഒരു അപകടമുണ്ടായാൽ അവ വിന്യസിച്ചേക്കാമെങ്കിലും എയർ ബാഗിനും ഡ്രൈവർക്കും ഇടയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉള്ളതിനാൽ അവ മതിയായ സംരക്ഷണം നൽകണമെന്നില്ല. അങ്ങനെ ജീവൻ വരെ പോയേക്കാം. ഇതൊന്നുമല്ലെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തുറസായ സ്ഥലങ്ങളിൽ കാർ പാർക്ക് ചെയ്യുമ്പോൾ സീറ്റിലെ പ്ലാസ്റ്റിക് കവർ ചൂടായി വിഷപ്പുക പുറന്തള്ളാൻ തുടങ്ങുകയും അത് ക്യാബിൻ നിറയുകയും ചെയ്യുന്ന സാഹചര്യം നേരിടാൻ സാധ്യതയുണ്ട്. വെയിൽ നേരിട്ടേൽക്കുന്ന സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിന്റെ ക്യാബിൻ അത്യന്തം ചൂടാകാനും കുറെ നേരം നിർത്തിയിട്ടിട്ട് തിരികെ കാറിൽ കയറുമ്പോൾ ഈ വിഷവാതകങ്ങൾ ശ്വസിക്കാനും കാരണമാകും. ഇത് സ്ഥിരമായി സംഭവിക്കുകയാണെങ്കിൽ വലിയ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ വരെ നിങ്ങൾക്കുണ്ടായേക്കാം. ആയതിനാൽ പുത്തൻ കാർ വാങ്ങി വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ ആ പ്ലാസ്റ്റിക് കവർ അങ്ങ് കീറിക്കളഞ്ഞേക്കണേ. അല്ലെങ്കിൽ പുതിയ കാർ വാങ്ങുമ്പോൾ സീറ്റ് കവറിലും ക്യാബിനിലും പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടെങ്കിൽ ഡെലിവറിക്ക് മുമ്പ് കവറുകൾ മാറ്റിത്തരാൻ ലീഡർഷിപ്പിൽ ആവശ്യപ്പെടുകയും ആവാം. ഇനി പുറത്തു കൊടുത്ത് സീറ്റ് കവറുകളും മറ്റും ചെയ്യാനാണ് പദ്ധതിയെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ പണി തീർക്കാൻ ശ്രമിക്കുകയും വേണേ. പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കും കാറിനും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് മറ്റുള്ളവരെയും പറഞ്ഞു മനസ്സിലാക്കുമല്ലോ. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.